Hello guys, welcome to my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസിക് കോണ്ടിനെന്റൽ ഡിഷാണ് മാഷ് പൊട്ടറ്റോ. ഒരു കാലഘട്ടം വരെ 5-സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം അവൈലബിൾ ആയിട്ടുണ്ടെന്ന ഒരു ക്യൂസിനാണ് കോണ്ടിനെന്റൽ ഡിഷ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ഈവൻ അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റുകളിലും അതുമാതിരി കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്കും കോണ്ടിനെന്റൽ ഡിഷിൻ്റെ പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു മാഷ് പൊട്ടറ്റോ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ ഫ്ലഫിയും ക്രീമിയും സിൽക്കി സ്മൂത്തും ആയിട്ടുള്ളൊരു അടിപൊളി ഡിഷാണ്. പലർക്കും ഇതിന്റെ റെസിപ്പി അറിയാത്തതിന്റെ പേരിലാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാത്തത്. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ മാഷ് പൊട്ടറ്റോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് പൊട്ടറ്റോ പീൽ ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. അത്യാവശ്യം നല്ല സൈസുള്ള നല്ല വലിപ്പമുള്ള പൊട്ടറ്റോ എടുത്ത് നമുക്ക് നന്ന് പീല് ചെയ്യാം. നമ്മൾ എടുക്കുന്നത് ഇന്ന് 1 കിലോ പൊട്ടറ്റോ ആണ്. അപ്പം നന്നായിട്ട് നമ്മുടെ പീലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. ഒത്തിരി വലിപ്പമില്ലാണ്ട് നമ്മളൊരു മീഡിയം ടൈപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. പൊട്ടറ്റോ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കൊരു 4 ഗാർലിക് എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ പൊട്ടറ്റോ ഇട്ടതിലേക്ക് തന്നെ നമുക്കിത് ആഡ് ചെയ്യാം. ഈ ഗാർലിക് ഇടുന്നത് നമുക്കൊരു ജസ്റ്റ് ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അടുത്തായിട്ട് നമ്മുടെ പൊട്ടറ്റോ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് 8 മിനിറ്റ് നല്ല രീതിയിൽ കുക്ക് ആവുന്നോളം വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. പൊട്ടറ്റോ ഒരു 8 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പീസ് എടുത്ത് നോക്കാം സാധനം വെന്തിട്ടുണ്ടെന്ന്. നല്ല ചൂടാണ്, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളുടെ പൊട്ടറ്റോ നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 100 ml ഹെവി ക്രീം, ഒരു 50 ml ബട്ടറും കൂടെ ഇട്ട് മൈക്രോവേവ് ചെയ്ത് എടുക്കാം. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ സ്മാഷ് ആയി വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ വാമാക്കിയ നമ്മളുടെ ക്രീമും ബട്ടറും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുകൂടെ കുറച്ച് ചോപ്പ് ചെയ്തേക്കുന്ന പാർസ്ലി നമ്മുടെ നാട്ടിൽ അധികം കിട്ടാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ടാലും മതി. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ്ലി ഗ്രൈൻഡ് ചെയ്തേക്കുന്ന പെപ്പർകോൺ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. സ്മൂത്തായിട്ട് നമ്മളുടെ മാഷ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാഷ് പൊട്ടറ്റോയുടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഗ്രേവി. ഇപ്പൊ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇടാം. ബട്ടർ ഇട്ട് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഒരു 50 ഗ്രാം ഫ്ലവർ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒഴിച്ച ഫ്ലവർ നല്ല രീതിയിൽ ബ്രൗൺ ആയതിനു ശേഷം അതിലേക്ക് ഒരു 250 ml വെള്ളം ഒഴിക്കാം നമുക്ക്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പർ, സോൾട്ട്, ഹാഫ് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ സോസ് നന്നായിട്ട് ബോയിലായി തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. പൊട്ടറ്റോയിലുള്ളത് മെയിനായിട്ടും സ്റ്റാർച്ചാണ്. അപ്പം നമുക്കൊരു മീൽ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർച്ച് വേണം, പ്രോട്ടീൻ വേണം, വെജിറ്റബിൾസ് വേണം. മീലൊന്ന് വെൽ ബാലൻസ്ഡ് ആക്കാനായിട്ട് കുറച്ച് ചിക്കൻ തൈസ് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മളുടെ ബീൻസ്, സ്ട്രിംഗ് ബീൻസ് അല്ലെങ്കിൽ റെഗുലർ ബീൻസ് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് ടോസ്റ്റ് ചെയ്ത് നമ്മളതൊന്ന് ഈ ഒരു ഡിഷിലൂടെ നമുക്കത് കഴിക്കാം, നമ്മളുടെ ഫുഡ് ബാലൻസ് ചെയ്യാനായിട്ട്. ഗൈസ്, അടുത്തായിട്ട് നമുക്കൊന്ന് മാഷ് പൊട്ടറ്റോ പ്ലേറ്റ് ചെയ്യാം. വലിയ സ്കൂപ്പ് എടുത്ത് നമുക്ക് പ്ലേറ്റിന്റെ സെന്ററിൽ തന്നെ വെക്കാം. ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി ഇതിന്റെ സെന്ററിൽ തന്നെ നമുക്ക് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത ചിക്കൻ തൈസ്, അതിനുശേഷം നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത കുറച്ച് ബീൻസ്, ഗാർണിഷ് ചെയ്യാനായിട്ട് ചോപ്പ് ചെയ്ത പാർസ്ലി ഇല്ലാന്നുണ്ടെങ്കിൽ ചൈവ്സ്. ആൻഡ് നൗ വി ഹാവ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഇതാണ് ഒരു പെർഫെക്റ്റ് മീൽ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ആയിട്ട് ചിക്കൻ ഉണ്ട്, സ്റ്റാർച്ച് ആയിട്ട് മാഷ് പൊട്ടറ്റോ ഉണ്ട്, ഗ്രീൻസിനായിട്ട് ബീൻസ്. ഇത് പറഞ്ഞൊരു കംപ്ലീറ്റ് മീലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഈവൻ ലഞ്ച് ആയിട്ടോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ഉണ്ടാക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല സിൽക്കി സ്മൂത്ത് ആണ്, ക്രീമിയസ്റ്റ് ടെക്സ്ചർ ആണ്. എനിവേ ഗൈസ്, നിങ്ങൾ ഉണ്ടാക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. ഓക്കെ ഗൈസ്, നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള മാതിരി എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓൾ അറൌണ്ട് ദ വേൾഡിൽ നിന്നുള്ള ക്യൂസിൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കുവാണെങ്കിൽ
ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുമാതിരി വേറൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ.